ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടിയുടെ മാതാവ് ശ്രീതു, അമ്മാവൻ ഹരികുമാർ എന്നിവരാണ് പ്രതികൾ. അമ്മാവൻ ഹരികുമാർ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് മാതാവ് കൂട്ടുനിന്നു എന്നാണ് കുറ്റപത്രത്തിലെ പരാമർശം. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് റിനു, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു കുറ്റപത്രത്തിൽ? കേരളം ഏറെ നാൾ ചർച്ച ചെയ്ത ഒരു കേസാണ്. അതിൽ അമ്മയുടെ പങ്ക് ഈ സമീപ ദിവസങ്ങളിലാണ് അതിന്റെ തെളിവ്, ശാസ്ത്രീയ തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചത്. എന്തൊക്കെയാണ് കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ? വിജയകുമാർ, സമൂഹ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമാണ് ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറിലേക്ക് എറിഞ്ഞ് അമ്മാവനും അതുപോലെ തന്നെ അമ്മയും കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആ കേസ്. ഏകദേശം ജനുവരി 27-നാണ് സംഭവം നടക്കുന്നത്. 10 മാസത്തിന് ശേഷമാണ് ഏകദേശം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ബാലരാമപുരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രത്തിൽ പറയുന്നത് പ്രധാനമായും 2 പ്രതികളാണെന്ന് നമുക്കറിയാം. ഈ അമ്മാവൻ ഹരികുമാർ ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊല്ലുമ്പോൾ അത് തടയുവാൻ തയ്യാറായില്ല മാതാവ്, അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ പറയുന്നത്. കൊലപാതകത്തിന് കൂട്ടുനിന്നതോടൊപ്പം അതിനുശേഷം അത് മറയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ചു. വീട്ടിൽ തീയിടുന്ന ഉൾപ്പെടെ നടപടികളിലേക്ക് ഈ ശ്രീതു സഹോദരൻ ഹരികുമാറിനൊപ്പം നിന്നു എന്നുള്ളതാണ്. ഒപ്പം ചില തെളിവുകൾ നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി എന്നുള്ള കാര്യവും കൃത്യമായി കുറ്റപത്രത്തിൽ പറയുന്നു. പ്രധാനമായി 2 വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. കൊലപാതകവും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കുട്ടിയുടെ പിതൃത്വം പോലും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു DNA പരിശോധന നടത്തുമ്പോൾ ഈ കുട്ടിയുടെ സ്വന്തം അച്ഛൻ, അതായത് ഈ ശ്രീതുവിന്റെ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഈ സഹോദരന്റെയോ മറ്റ് 5 പേരുടെ കൂടി പരിശോധന നടത്തി ഇവരുടെ ആരും തന്നെ അല്ല എന്നുള്ളതാണ് തെളിഞ്ഞത്. ഏകദേശം ഈ സംഭവം നടന്ന 8 മാസങ്ങൾക്ക് ശേഷമാണ് അമ്മ ശ്രീതുവിനെ കഴിഞ്ഞ മാസം പ്രതി ചേർക്കുന്നു, പാലക്കാട് നിന്ന് കസ്റ്റഡിയിൽ. ആ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. കേരളം ഏറെ നാൾ ചർച്ച ചെയ്തതാണ്. അതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.